ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു സപ്ലയറിനെ ആഡ് ചെയ്തു. ആ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസും സെറ്റിൽമെൻറ്റും നടത്തുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാനിപ്പോൾ പുതിയൊരു സപ്ലയറിനെ ആഡ് ചെയ്തു. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂസ് എല്ലാം 0 ആയിരിക്കും. ഞാൻ ഈ പർച്ചേസ് പേജിലോട്ട് പോകുന്നു. ന്യൂ പർച്ചേസ് നടത്താൻ പോവുകയാണ്. പർച്ചേസ് പേജ് പോകുമ്പം ഇന്നത്തെ ഗോൾഡ് റേറ്റ് നേരത്തെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പർച്ചേസ് പേജിൽ എസ്റ്റിമേറ്റ് പേജിൽ വരുമ്പം ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ കാണും. അതാണ് ഇപ്പം വന്നത്. അതിൻ്റെ തങ്കം റേറ്റ് 5,000 ഇത്രയും വാല്യൂസ് കൊടുത്ത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം മുകളിൽ നേരത്തെ കൊടുത്ത വാല്യൂസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി പർച്ചേസ് കൊടുക്കുന്നു. പർച്ചേസിൽ ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പുലേറ്റ് ചെയ്യും. സപ്ലയറിൻ്റെ നെയിം മാർട്ടിൻ എന്ന് പറയുന്നത്. ഇൻവോയ്സ് ഡേറ്റ് ഇന്നലെ മേടിച്ചതാണ്. നമുക്കൊരു ഐറ്റം ആഡ് ചെയ്യാം. തങ്കം റേറ്റ് എഡിറ്റബിൾ ആണ്. ലോക്ക് ചെയ്താൽ പിന്നെ എഡിറ്റ് ചെയ്യത്തില്ല. ലോക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു ഐറ്റം ആഡ് ചെയ്യുന്നു. കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഗോൾഡ് 1 എന്ന കാറ്റഗറി. ഐറ്റം ബാങ്കിൾ 1 എന്ന് പറഞ്ഞ ബാങ്കിൾ. കൗണ്ട് 30. ഐറ്റം വെയിറ്റ് 8. കറസ്പോണ്ടിങ് നെറ്റ് വെയിറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. സ്റ്റോൺ വെയിറ്റ് കൊടുക്കുന്നില്ല. സ്റ്റോൺ വെയിറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഉണ്ടെങ്കിൽ കൊടുക്കാം. 5 gram, പെർസെൻറ്റേജ് 3%, സെല്ലർ കോസ്റ്റ്. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഐറ്റം ആഡ് ചെയ്യും. അതുപോലെ നമുക്ക് വീണ്ടും ഐറ്റം ആഡ് ചെയ്യാം. കാറ്റഗറി എടുക്കുന്നു. ഗോൾഡ് 1 എന്നാണ് കാറ്റഗറിക്കകത്ത്. റിംഗ് 1 എന്ന് പറയുന്ന ഐറ്റം. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഡിസൈന്. കൗണ്ട് ഒരു 50 കൊടുക്കുന്നു. ഐറ്റം വെയിറ്റ് 7 gram കൊടുക്കുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് നെറ്റ് വെയിറ്റ് ഇവിടെ വരും. സ്റ്റോൺ പ്രൈസ് 50 കൊടുക്കുന്നു. സ്റ്റോൺ വെയിറ്റ് 3 gram ആണ്. സെല്ലർ കോസ്റ്റ് 4% നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത ഐറ്റംസ് എല്ലാം കാണാം. ഇനി സെറ്റിൽമെൻ്റ് ആണ്. സെറ്റിൽമെൻറ്റ് 2 രീതിയിൽ സെറ്റിൽ ചെയ്യും. ഒന്നെങ്കിൽ സേവ് ആൻഡ് സെറ്റിൽ ലേറ്റർ, അല്ലെങ്കിൽ സേവ് ആൻഡ് ജനറേറ്റ് ബില്ല്. സേവ് ആൻഡ് സെറ്റിൽ ലേറ്റർ ആണെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. സേവ് ആൻഡ് ജനറേറ്റ് ബില്ലാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. അത് ഫുള്ളി സെറ്റിലും ചെയ്യാം, പാർഷ്യൽ സെറ്റിലും ചെയ്യാം, ഓവറായിട്ടും സെറ്റിലും ചെയ്യാം. ടോട്ടൽ വെയിറ്റ് 590 ആണ്. ഞാൻ സേവ് ആൻഡ് ജനറേറ്റ് ബില്ല് കൊടുക്കുന്നു. പ്ലീസ് ലോക്ക് തങ്കം റേറ്റ്. കാരണം സേവ് ആൻഡ് ജനറേറ്റ് ബില്ല് ഇപ്പം സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ തങ്കം റേറ്റ് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാതെ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. സേവ് ആൻഡ് ജനറേറ്റ് ബില്ല് ഞെക്കുന്നു. അപ്പോൾ നേരെ പോകുന്നത് പർച്ചേസ് സെറ്റിൽമെൻറ്റ് പേജിലോട്ടായിരിക്കും. പർച്ചേസ് സെറ്റിൽമെൻറ്റ് പേജിൻ്റെ നമ്മൾ മേടിച്ച 2 ഐറ്റത്തിൻ്റെ ലിസ്റ്റ് കാണും. ടച്ച് റേറ്റ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്. ടച്ച് റേറ്റ് എഡിറ്റബിൾ ആണ്. ടച്ച് റേറ്റ് നമ്മൾ 30% കൊടുക്കുമ്പം ഈ കറസ്പോണ്ടിങ് നെറ്റ് വെയിറ്റിൻ്റെ കറസ്പോണ്ടിങ് തങ്കം വാല്യൂ വരും. ടച്ച് റേറ്റും കൂടെ കൂട്ടിയുള്ള കാൽക്കുലേഷൻ വെച്ച് ഇവിടെ ഒരു 94% കൊടുത്തു കഴിയുമ്പോൾ കറസ്പോണ്ടിങ് തങ്കം വരും. നമ്മളിനി സെറ്റിൽ ചെയ്യണമെങ്കിൽ സൈഡിൽ ചെക്ക് ബോക്സ് ഉണ്ട്. ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ ഒരെണ്ണമാണ് സെലക്ട് ചെയ്യുമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ടോട്ടൽ തങ്കം എന്തായാലും സെറ്റിൽ ചെയ്യേണ്ടത് അവിടെ കാണിക്കും. 2 എണ്ണമാണെങ്കിൽ രണ്ടും തങ്കം വെയിറ്റ് പ്ലസ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ബാലൻസ് തങ്കം 0 ആണ്. ബാലൻസ് തങ്കം എന്ന് പറയുമ്പോൾ സപ്ലയർക്ക് നമ്മൾ ഒരു ജ്വല്ലറിക്കാർ സപ്ലയറിന് കൂടുതലായിട്ട് സെറ്റിൽമെൻറ്റിൻ്റെ കേസ് കൂടുതലായിട്ട് പ്രൈസ് തങ്കമോ കൊടുക്കുകയാണെങ്കിൽ അത് ബാലൻസ് ആയിട്ട് പോയി കിടക്കും. ഇനി പേയ്മെൻറ്റ് ടൈപ്പ് ക്യാഷ് ആയിട്ട് എടുക്കുക. ക്യാഷ് വെച്ച് ഞാനിപ്പോൾ ഒരു പാർഷ്യൽ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പോവാണ്. പാർഷ്യൽ സെറ്റിൽമെൻറ്റ് കേസിൽ 545 gram സെറ്റിൽ ചെയ്യണം. പക്ഷെ ഞാൻ 400 gram ആണ് സെറ്റിൽ ചെയ്യുന്നത്. ബാക്കി 145 വരും. അപ്പം ആദ്യത്തെ ഐറ്റം സെറ്റിലാവും. അപ്പം നമുക്ക് സെറ്റിൽ ചെയ്യുമ്പം നേരെ പോകുന്നത് പർച്ചേസ് ലിസ്റ്റ് പേജിലോട്ടായിരിക്കും. പർച്ചേസ് ലിസ്റ്റിൽ നമ്മൾ ഈ മേടിച്ച ഓരോ ദിവസവും മേടിച്ച ലിസ്റ്റിലോട്ട് പോകും. ലിസ്റ്റിൻ്റെ അവിടെ നമുക്ക് വ്യൂ ഉണ്ട്. വ്യൂ ബട്ടണിൽ പോയി കഴിയുമ്പം പർച്ചേസ് ഡീറ്റെയിൽസ് കാണാം. 2 ഐറ്റമാണ് അതിൻ്റെ അകത്ത് സെറ്റിൽ ചെയ്ത്. ആദ്യത്തെ സെറ്റിലായി 545 സെറ്റിൽ ചെയ്യേണ്ടത്.
400 ഗ്രാം വെച്ച് സെറ്റിൽ ചെയ്തു, ബാക്കി 145 വരും. അപ്പം 400-ൻ്റെ അകത്ത് 216 സെറ്റിലായി, മിച്ചം 299-ൻ്റെ അകത്ത് ഉള്ള മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് 145. പിന്നെ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ 2-ാം തീയതി ഇത്ര തങ്കം റേറ്റിന് സെറ്റിൽഡ് ആയ തങ്കം എമൗണ്ട്, അതിന് ആസ്പദമായിട്ടുള്ള എമൗണ്ട് ഇത്രയും കൊടുത്തു. സപ്ലയർ ബാലൻസ് 0 ആണ്, കാരണം കൂടുതലായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഇത്രയും വാല്യൂസ് വരും. നമുക്ക് അതിപ്പം പാർഷ്യലായിട്ട് സെറ്റിൽ ചെയ്തു. വേണമെങ്കിൽ അവിടുന്ന് തന്നെ ഒന്നുകൂടെ സെറ്റിൽ ചെയ്യാം. ഒന്നുകൂടെ സെറ്റിൽ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ബട്ടൺ ഞെക്കിയാൽ മതി. ഈ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ നേരെ പർച്ചേസ് സെറ്റിൽമെന്റ് പേജിലോട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് വീണ്ടും ടച്ച് റേറ്റ് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. ഞാനിത് ബാക്കി സപ്ലയറിൻ്റെ അവിടുന്ന് സെറ്റിൽ ചെയ്ത് കാണിക്കാം. അല്ല, അത് അടുത്ത വീഡിയോ കാണിക്കാം. ഇവിടുന്ന് തന്നെ വെച്ച് ബാക്കി സെറ്റിൽ ചെയ്യുകയാണ്. ഇപ്പം 145 പെൻഡിങ്. ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ സെറ്റിൽ ചെയ്യാനുള്ള തങ്കത്തിൻ്റെ വാല്യൂ വന്നു. പേയ്മെന്റ് ടൈപ്പ് ചൂസ് ചെയ്യുന്നു, ക്യാഷ്. നമ്മൾ ഒരു തവണ പാർഷ്യലി സെറ്റിൽഡ് അല്ലെങ്കിൽ ഫുള്ളി സെറ്റിൽഡോ പാർഷ്യലി സെറ്റിൽഡോ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടച്ച് റേറ്റ് നമുക്ക് മാറ്റത്തില്ല. ഞാനിപ്പോൾ ക്യാഷ് ചൂസ് ചെയ്യും. ക്യാഷ് 145. $7,25,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇക്വലന്റ് തങ്കം 145 വന്നു. എന്തേരെയായിരുന്നു സെറ്റിൽ ചെയ്യേണ്ടത്? നമുക്ക് 145 തങ്കമായിരുന്നു സെറ്റിൽ ചെയ്യേണ്ടത്. അതിൻ്റെ കറസ്പോണ്ടിങ് തന്നെ നമ്മൾ അത്രയും തങ്കം തന്നെ വെച്ച് സെറ്റിൽ ചെയ്യാൻ പോവാണ്. ജനറേറ്റ് ബില്ല് കൊടുക്കുന്നു. ജനറേറ്റ് ബില്ല് കഴിയുമ്പോൾ നമുക്ക് ആ ബില്ലിൻ്റെ റിപ്പോർട്ട് കാണാം. ബില്ലിൻ്റെ റിപ്പോർട്ട് വ്യൂവിലോട്ട് പോകാം. വ്യൂ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 2 ഐറ്റമും സെറ്റിലായിട്ടുണ്ട്. സപ്ലയറിൻ്റെ ബാലൻസ് തങ്കം 0 ആയിട്ടാണ്, കാരണം ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടാണ് സെറ്റിൽ ചെയ്തത്. ആദ്യത്തെ തങ്കം റേറ്റ് ആദ്യം സെറ്റിൽ ചെയ്തത് 400 ഗ്രാം ആയിരുന്നു സെറ്റിൽ ചെയ്തത്. രണ്ടാമത്തെ സെറ്റിൽമെന്റ് 145 സെറ്റിൽ ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് പെയ്ഡ് വാല്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി സപ്ലയറിൻ്റെ ലിസ്റ്റിൽ പോയി കഴിയുമ്പോൾ സപ്ലയറിൻ്റെ ലിസ്റ്റ് കാണിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത് സെറ്റിൽ എടുത്ത മാർട്ടിൻ എന്ന് പറഞ്ഞ സപ്ലയർ ആയിരുന്നു. മാർട്ടിൻ പറഞ്ഞ സപ്ലയർ പർച്ചേസ് ഗോൾഡ് നെറ്റ് വെയിറ്റ് 590 ആയിരുന്നു. ആ 2 ഐറ്റത്തിൻ്റെ ടോട്ടൽ വെയിറ്റ്, അതാണ് പർച്ചേസ്ഡ് ഗോൾഡ്. ആ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ഗോൾഡിൻ്റെ വെയിറ്റ് ആണിത്. ഇനി വീണ്ടും ഒരു പർച്ചേസ് ഈ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഈ 590 പ്ലസ് മേടിക്കാൻ പോകുന്ന വെയിറ്റ് ആഡ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്തിരിക്കും. ബാലൻസ് തങ്കം 0 ആണ്, അൺപെയ്ഡ് ഗോൾഡും 0 ആണ്. കാരണം ഓവറായിട്ട് നമ്മൾ സപ്ലയർക്ക് കൂടുതൽ തങ്കം കൊടുത്തിട്ടില്ല. അതിൻ്റെ വ്യൂ പേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ട്. ഐ ബട്ടനെ കഴിയുമ്പോൾ വ്യൂ പേജിലോട്ട് പോകും. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പെയ്ഡ് തങ്കം 545, പർച്ചേസ്ഡ് നെറ്റ് ഗോൾഡ്, അതിൻ്റെ കറസ്പോണ്ടിങ് ടച്ച് റേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇത്രയും വാല്യൂ ആയിരുന്നു സെറ്റിൽ ചെയ്യേണ്ടത്. അത് സെറ്റിലായിട്ടുണ്ട്. ഈ വ്യൂ ബട്ടനെ പോയി കഴിയുമ്പോൾ മുമ്പേ കണ്ട ആ സെയിം പേജിലോട്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ പർച്ചേസിൻ്റെ പേജിൽ നിന്നും ഈ ഡീറ്റെയിൽ കാണാം, അല്ലെങ്കിൽ സപ്ലയറിൻ്റെ പേജിൽ നിന്നും നമുക്ക് ഈ പേജ് കാണാൻ സാധിക്കും. പർച്ചേസ് ഡീറ്റെയിൽസ്, സെറ്റിൽമെന്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ സെറ്റിൽമെന്റിൽ ഡേറ്റ്, തങ്കം റേറ്റ്, ഏത് ടൈപ്പ് ഏതായിരുന്നു, എത്ര പൈസ അടിച്ചു, പർച്ചേസ്ഡ് തങ്കം എത്രയാണ്, ബാലൻസ് തങ്കം എത്രയാണ്, ഇത് ഹിസ്റ്ററി ആയിട്ട് കാണിക്കും. പർച്ചേസ് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ പെൻഡിങ് ആയിട്ട് ഇനി എന്തെങ്കിലും സെറ്റിൽമെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ഇത് സപ്ലയർ വഴി സപ്ലയറിൻ്റെ അകത്ത് കയറി സെറ്റിൽ ചെയ്യുന്നതാണ്. സപ്ലയറിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ പല ദിവസത്തെയും അത് അല്പം നേരം കഴിയുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. സപ്ലയറിൻ്റെ അകത്ത് നമുക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. അത് നമ്മളൊരു പർച്ചേസ് നടത്തി കഴിഞ്ഞിട്ട് സെറ്റിൽ ലേറ്റർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് വന്ന് സെറ്റിൽ ചെയ്യാവുന്നതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പം പർച്ചേസ് മേടിച്ചു. പർച്ചേസിൻ്റെ അകത്ത് നമ്മൾ സെറ്റിൽ ചെയ്ത് കഴിയുമ്പം സൈഡിൽ ഒരു എഡിറ്റ് ബട്ടൺ കാണാം. എഡിറ്റ് ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ടച്ച് റേറ്റ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ആ സെറ്റിൽമെന്റ് റോങ് സെറ്റിൽമെന്റ് ആയിരുന്നു, എന്തെങ്കിലും അബദ്ധം പറ്റി
കൂടുതൽ കാശോ നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിക്കാണെങ്കിൽ നമുക്കത് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് എഡിറ്റ് എന്ന് വെച്ചിരിക്കുന്നത്. എഡിറ്റ് ഞെക്കി കഴിയുമ്പം അത് റീസെറ്റ് ആവും. ടച്ച് റേറ്റ് 0 ആയി പോകും. നേരത്തെ ഇവിടുത്തെ വാല്യൂ എല്ലാം 0 ആവും. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂസ് 219 സംതിങ് ആണ്. ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ വാല്യൂസ് നമ്മുടെ സപ്ലയറിന്റെ ബാലൻസ് തങ്കത്തിലോട്ട് പോകും. നേരത്തെ സപ്ലയറിന്റെ ബാലൻസ് തങ്കം 0 ആയിരുന്നു. ഇപ്പം നടക്കാൻ പോകുന്നത്, നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഐറ്റം ആണ് എഡിറ്റ് ചെയ്തത്. ആ ഐറ്റം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എന്തേരായിരുന്നു ആ ടച്ച് റേറ്റ് കൊടുത്ത് നമ്മൾ സപ്ലയർക്ക് എന്തേരം തങ്കം കൊടുത്തിരുന്നോ ആ തങ്കം സപ്ലയറിന്റെ ബാലൻസ് തങ്കമായിട്ട് മാറും. നമുക്കിവിടെ അത് കാണണമെങ്കിൽ സപ്ലയറിന്റെ ലിസ്റ്റിൽ പോയി ഏതും സപ്ലയറിനെ മേടിച്ചത് മാർട്ടിൻ മേടിച്ചത് നേരത്തെ ബാലൻസ് തങ്കം 0 ആയിരുന്നു. നമ്മൾ സെറ്റിൽമെന്റ് നടത്തിയത് തെറ്റായതുകൊണ്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഐറ്റത്തിന് നമ്മൾ കൊടുത്ത തങ്കം ആ തങ്കം സപ്ലയറിന്റെ ബാലൻസ് തങ്കമായിട്ട് കയറി. നമുക്കിനി വീണ്ടും ഒരു സെറ്റിൽമെന്റ് നടക്കുമ്പം ഈ ബാലൻസ് തങ്കത്തിന്റെ അകത്തുനിന്ന് കാണിക്കും സെറ്റിൽ നടത്തുന്നത്. അത് ചെയ്ത് കാണിക്കും. ഇപ്പം പർച്ചേസ് നമ്മൾ നോട്ട് സെറ്റിൽഡ്, ഞാൻ ഇത് എഡിറ്റ് ചെയ്യുവാണ്. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ